ഇനി അടുത്തതാണ് മകൻ നക്ഷത്രം. മകൻ നക്ഷത്രക്കാർക്ക് എന്താ വെച്ചാൽ അവർക്ക് എപ്പോഴും സ്ഥിരോത്സാഹം ഉണ്ടാവും, നിശ്ചയദാർഢ്യം ഉണ്ടാവും, അതുപോലെ സ്വന്തം കാര്യം മാത്രമേ നോക്കുള്ളൂ. അതുപോലെ തന്നെ തൻ്റെ മനസ്സ് പറയുന്നത് മാത്രം കേൾക്കുന്നത് കൊണ്ടും ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിച്ച കാര്യം എന്തായാലും നടക്കും. ആ ഒരു കാര്യമല്ല, ഈ വർഷം ഇവർ കൂടുതൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെയാണ് മകൻ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. ഇവരുടെ കഴിവ് കാരണം നന്നല്ലാത്ത സാഹചര്യം അടക്കം ഇവർക്ക് അനുകൂലമാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ വിജയ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്തുള്ള പല മ്ലാനതകളും ഇവർക്ക് ഇല്ലാണ്ടാവും. പുതിയ ജോലി നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്തായാലും കിട്ടും. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട. ചെറിയ സമ്പാദ്യശീലം ഇവർ ഈ വർഷം തുടങ്ങുന്നതും നല്ലതായിരിക്കും. എന്നല്ല, നിങ്ങൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി തുടങ്ങിപ്പോവും. കാരണം നിങ്ങളുടെ സാഹചര്യം അങ്ങനെയാണ് ഇനി 2026 വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെ സമ്പാദ്യശീലം നിങ്ങൾ തുടങ്ങുന്നതാണ് നല്ലത്. ദീർഘകാലമായിട്ട് പ്രണയിക്കണവർക്ക് ഈ വർഷം എന്തായാലും വിവാഹം നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ദമ്പതികൾക്ക് സന്താന ഭാഗ്യം എന്തായാലും ഈ വർഷം ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാർച്ച് 29 ശേഷം നിങ്ങൾക്ക് നല്ല കാലമാവുള്ളൂ. അതുവരെ നിങ്ങൾക്ക് കണ്ടകശനിയാണ്. കാരണം മാർച്ച് 29 നിങ്ങളുടെ കണ്ടകശനി അവസാനിക്കുകയാണ്. മാർച്ച് 29 ശേഷം നിങ്ങൾക്ക് അഷ്ടമശനി ആരംഭിക്കുകയാണ്. രാഹു 8 നിന്ന് 7 മാറുകയും ജന്മരാശിയിൽ കേതു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മകൻകാർക്ക്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പുതിയ ഗ്രഹപ്രവേശവും ഗ്രഹമാറ്റം നടക്കുന്നുണ്ടെങ്കിലും അത് അത്ര നല്ലതായിട്ടായിരിക്കില്ല നിങ്ങൾക്ക് വന്നു പോയിക്കുക. കാരണം കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഗ്രഹമാറ്റം കാരണം തന്നെ. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ സന്താനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ കുറച്ച് അല്പരസങ്ങൾ കൂടുതൽ കടന്നു വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ താഴ്ന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ മകൻകാർ തന്നെ അത് വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു വർഷത്തിലെ കാര്യമായതും കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത്. അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ മാസഫലം പറയുന്നതാണ്. അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല. ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത്. അതുപോലെ എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി. പിന്നെ കൂടുതൽ ഡീറ്റെയിലിംഗ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്.